ഉപവാസത്തിന്റെ വിശുദ്ധിയും പ്രാർത്ഥനയുടെ ഊർജവും ആത്മീയതയുടെ ശക്തിയും നിറഞ്ഞ പുണ്യ റമദാൻ. ഈ പുണ്യമാസത്തിൽ ഏഷ്യ ബഹ്റൈൻ ഒരുക്കുന്നു ഷഹറുർ റഹ്മ. ഷഹറുർ റഹ്മ നിങ്ങൾക്കായി ഒരുക്കുന്നു നാച്ചോ ഫുഡ് പ്രൊഡക്ട്സ് റമദാൻ സ്പെഷ്യൽ ഓഫർ. സപ്പോർട്ടഡ് ബൈ അൽ ഹിലാൽ ഹെൽത്ത് കെയർ. അവൈലബിൾ, അഫോർഡബിൾ, ആക്സസിബിൾ. ഷഹറുർ റഹ്മ. ബിസ്മില്ലാഹി വൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ സയ്യിദിനാ റസൂലില്ലാഹി വബഅദ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ബഹുമാനികളെ, ബഹ്റൈനിലെ റമദാൻ്റെ 5-ാമത്തെ ദിവസം, ഏഷ്യ ബഹ്റൈൻ്റെ ഈ പ്രക്ഷേപണത്തിൻ്റെയും 5-ാമത്തെ ദിവസമാണിത്. ഈ ചെറിയ സമയം കൊണ്ട് ഒരു വലിയ സന്ദേശം ലോകത്തിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് ഈ പരിപാടിയുടെ ഉദ്ദേശം. അതായത് നോമ്പുകാരനെ നോമ്പിനെക്കുറിച്ച് ഓർമ്മപ്പെടുത്തലും നോമ്പിൻ്റെ ഗുണപാഠങ്ങൾ എന്താണെന്ന് പൊതുജനങ്ങളെ പഠിപ്പിക്കലുമാണ്. ബഹുമാനികൾ, ഇസ്ലാമിൻ്റെ കാഴ്ചപ്പാടെന്ന് പറയുന്നത് എല്ലാവർക്കും അറിയാം, ഈ ലോകം മുസ്ലിമിന് വേണ്ടി മാത്രം സൃഷ്ടിക്കപ്പെട്ടതല്ല. പടച്ച തമ്പുരാൻ സൃഷ്ടിച്ച മുസ്ലിമും അമുസ്ലിമും വന്യമൃഗങ്ങളും എല്ലാം ജീവിക്കുവാനുള്ളതാണ്. ഈ ലോകം ഒരിക്കലും നശിപ്പിക്കപ്പെടാൻ പാടില്ല. ആ കാഴ്ചപ്പാടാണ് ഇസ്ലാമിനുള്ളത്. ഉദാഹരണമായിട്ട് എല്ലാവർക്കും അറിയാം, ഒരു മനുഷ്യൻ ജനിച്ചാൽ അവൻ ആഹാരം കഴിക്കും, അധ്വാനിക്കും, ആഹാരം കഴിക്കും, ജീവിക്കും. ഇത് ഒരു സ്റ്റേജാണ്. അവനും മനുഷ്യൻ തന്നെയാണ്. എന്നാൽ വേറൊരുത്തൻ അവൻ ആഹാരം കഴിക്കുകയും മറ്റുള്ളവർക്ക് വേണ്ടി ജീവിക്കുകയും ചെയ്യുമ്പോൾ ഒരു പൂർണ്ണ മനുഷ്യനായിട്ട് മാറുന്നു. ഇസ്ലാമിൻ്റെ കാഴ്ചപ്പാടുകൾ ഇങ്ങനത്തതാണ്. ഈ പ്രാർത്ഥനകളെന്ന് പറയുന്ന ചില കാര്യങ്ങൾ അങ്ങനെ ആവർത്തിച്ച് ചെയ്യണമെന്ന് പറയുമ്പോൾ ഇതിൻ്റെ പ്രയോജനങ്ങളൊന്നും പടച്ച തമ്പുരാനിലേക്ക് എത്തുന്നില്ല. ഒരു പ്രയോജനവും പടച്ച തമ്പുരാനിലേക്ക് എത്തുന്നില്ല. എന്നാൽ പടച്ച തമ്പുരാൻ ആഗ്രഹിക്കുന്ന വിഷയങ്ങളിലേക്ക് എത്തുന്നു. ഉദാഹരണമായി നോമ്പുകാരനെ കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? അവനൊരു മനുഷ്യനായിട്ട് ജീവിക്കുമ്പോൾ അവൻ ആഹാരപാനീയങ്ങൾ ഉപേക്ഷിച്ചുകൊണ്ട് ജീവിക്കുമ്പോൾ ഇതിൻ്റെ ഗുണപാഠം എന്താണ്? ഒന്ന്, നമ്മൾ നേരത്തെ പറഞ്ഞു, അവൻ ജീവിക്കുന്ന പരിസരം കളവ് കൊണ്ടും ചതി കൊണ്ടും നശിപ്പിക്കാൻ പാടില്ല. ഇന്ന് ലോകം അനുഭവിക്കുന്ന ദുരിതം അതാണ്. രണ്ടാമത്തേത്, അവനിൽ നിന്നും മറ്റുള്ളവരിലേക്ക് നന്മകൾ എത്തിക്കൊണ്ടിരിക്കണം. അതിന് ഉദാഹരണമായിട്ടാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നോമ്പുകാരോട് പറഞ്ഞു, ഒരു നോമ്പുകാരനെ നിങ്ങൾ നോമ്പ് മുറിച്ചാൽ, ഒരു നോമ്പുകാരൻ പകൽ മുഴുവനും പട്ടിണി കിടന്ന് നോമ്പ് പിടിച്ച എല്ലാ കൂലിയും നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ധർമ്മത്തെ, നമ്മുടെ നന്മ മറ്റുള്ളവരിലേക്ക് എത്തിപ്പെടുമ്പോഴാണ് നമ്മൾ ഒരു പൂർണ്ണമായ മനുഷ്യനായി മാറുന്നതെന്ന് മാത്രമല്ല, ഞാൻ രാവിലെ മുതൽ വൈകുന്നേരം വരെ പട്ടിണി കിടന്ന് നോമ്പ് പിടിച്ച അതേ കൂലി ഒരു പാവപ്പെട്ടവന്, അതും അനുയായികൾ ചോദിച്ചു, എല്ലാവർക്കും സാധിക്കില്ലല്ലോ. പ്രവാചകൻ പറഞ്ഞു, ഒരുപാടൊന്നും കൊടുക്കേണ്ട ആവശ്യമില്ല. ചെറിയ നുറുക്ക് ഈത്തപ്പഴങ്ങളോ കുറച്ച് വെള്ളമോ ഒരു ഉറിഞ്ചി പാൽ കൊടുത്താൽ നിങ്ങൾക്കിത് ലഭിക്കുമെന്ന് പറയുമ്പോൾ ഇതാണ് ഇന്ന് നോമ്പ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. നിന്റെ നന്മകൾ മനുഷ്യരിലേക്ക് എത്തിപ്പെടുക, പ്രത്യേകിച്ചും ധർമ്മത്തിൻ്റെ വിലയെന്താണ്? നാം ചെയ്യുന്ന രാവിലെ മുതൽ വൈകുന്നേരം വരെയുള്ള ആ വിഷയങ്ങൾ ധർമ്മമെന്ന് പറയുന്നതിൽ കൂടി, മറ്റുള്ളവർക്ക് ചെയ്യുന്ന ഉപകാരത്തിൽ കൂടി, ചെറിയ ധർമ്മങ്ങളിൽ കൂടി നേടിയെടുക്കാനാവും. അങ്ങനെ ഒരു വിശ്വാസി ഈ ലോകത്തിന് തന്നെ ഒരു മുതൽക്കൂട്ടായി മാറും. അതാണ് നോമ്പിൻ്റെ ഉദ്ദേശം. അല്ലാഹു തൗഫീഖിന് തരുമാറാകട്ടെ. ആമീൻ, ആമീൻ, ആമീൻ.